ഹലോ ഗൈസ്, ഇന്നലത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ കാവന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ബാക്കി പാർട്ടാണ് ഗൈസ് ഇത്. നാളെ നമ്മളെ വേദുവിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ്. വേറൊന്നുമല്ല, കരോട്ടെ ക്ലാസ്. അപ്പോൾ വെറുതെ ഒന്ന് പ്രിയേച്ചി അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു പോയതാണ്. ആ മഴ നനഞ്ഞ് നനവോടെ കയറി ചെന്നതാണ് ഗൈസ്. അവിടെ എത്തിയപ്പോൾ എന്താണ്ടടാ ഒരു ലോഡ് ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ നടുക്കിരുന്ന് അന്തവും കൊന്തവും വിട്ടിരിക്കുന്ന പ്രിയേച്ചിനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ജസ്റ്റ് ഒന്ന് സഹായിക്കാമെന്ന് കരുതി. സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഗൈസ്. ചാറ്റ് GPT-നോട് ചോദിച്ചപ്പോൾ ആ പണ്ടാരാണെങ്കിൽ നമ്മളെ വീണ്ടും കൺഫ്യൂഷൻ ആക്കി ഗൈസ്. കാരണം വലിയ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തന്നെ. പിന്നെ അപ്പോഴാണ് പ്രിയേച്ചി പറഞ്ഞത് നമുക്കൊരു കളർ തീം പിടിക്കാം, വൈറ്റ് ആൻഡ് ബ്ലൂ. പിന്നെ കണ്ടമാനം എന്തൊക്കെയോ കളർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നു. പിന്നെ നമ്മളതിൽ നിന്ന് വൈറ്റും ബ്ലൂവും തെരഞ്ഞു പിടിച്ച് നമ്മളങ്ങ് ഡെക്കറേഷൻ പരിപാടി തുടങ്ങി. ഈ മുകളിലോട്ട് നോക്കി ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല, മുകളിലൊട്ടിക്കുന്നത് മൊത്തമായിട്ട് എൻ്റെ ബുദ്ധിയാണ്. അതെങ്ങാനും കൊളാവോ? ഇനിയിടെ ഞാൻ എന്തെന്നാ ചെയ്യേണ്ടതെന്നാണ് കേസ് ഞാൻ മുകളിലോട്ട് നോക്കി ആലോചിക്കുന്നത്. ഇത്രയും ബലൂൺ വാങ്ങിച്ചാൽ അതിനുള്ള കാറ്റടിക്കേണ്ട സാധനം വാങ്ങിക്കാൻ മറന്നു പോയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പിടിച്ചിരുത്തി ബലൂൺ ഊതി. കാരണം നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഒരു കണക്കിന് ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് കേസ് നമ്മൾ ആലോചിക്കുന്നത്, ഈ ബലൂണ് നമ്മൾ എന്ത് ചെയ്യും, എവിടെ വെക്കും? ഒരന്തവും കൊന്തവും കിട്ടാതെ ഞങ്ങളിങ്ങനെ നിന്ന് കേസ്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു ആർച്ച് പോലെ വെക്കാം. പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ലടാ. പിന്നെ ഈ ബലൂൺ ആണെങ്കിൽ എൻ്റെ അമ്മ ഡബിൾ ടാപ്പ് എത്ര വെച്ചൊട്ടിക്കാൻ നോക്കിയിട്ട് അതൊട്ടണില്ല. അങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഗൈസ് ശ്രീമേച്ചി നമുക്ക് സതീഷേട്ടനെ സജസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ആർച്ച് വെച്ച് നോക്കുന്നു, പരക്കൊട്ടിച്ച് നോക്കുന്നു, അങ്ങനെ ഒരു വിധത്തിൽ ഇതിങ്ങനെയാക്കി സെറ്റ് ചെയ്തു ഗൈസ്. എല്ലാം കൂടെ വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അമ്മേനോട് ദേ ഇപ്പം വരുന്നെന്നും പറഞ്ഞ് പോയതാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, തിരിച്ച് വീട്ടിൽ കയറ്റിയത് ഭാഗ്യം. അങ്ങനെ നമ്മളെല്ലാം കൂടി എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഡബിൾ ടാപ്പിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കണ്ണാടിന്റെ മേലൊട്ടിച്ചതൊക്കെ രാവിലെ വീണ്ടും പ്രിയച്ചിക്ക് സെറ്റ് ചെയ്യേണ്ടി. അതിനിടെ വീട്ടിൽ നിന്ന് ഒരു 5-6 വിളി വന്നു. കാരണം നാളെ ഈ പരിപാടിക്കുള്ള കേക്ക് ഞാനിനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഗൈസ് കിടന്നുറങ്ങാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. ബൈ. അയ്യോ മറന്നുപോയി, അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ